എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമ്മൾ എടുക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 12:7-8 വാക്യങ്ങളാണ്. വായിക്കാം. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി തടവറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈകളിൽ നിന്ന് വീണു. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പ് ഇട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. തടവറയിലായ കാരാഗ്രഹത്തിലായിരിക്കുന്ന പത്രോസിനെ വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് അനേകർ പലതരത്തിലുള്ള തടവറയിൽ ആയിരിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആ അനേക ആളുകൾ ഒതുക്കപ്പെട്ട് തകർന്നിരിക്കുന്ന, എവിടെയും എത്താതെ ഒത്തിരി പ്രശ്നങ്ങളാൽ ഒതുക്കി തകർത്ത് കളഞ്ഞ് ഒത്തിരി പേരുണ്ട്. ഇന്നും എവിടെയും എത്താതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവ പൈതലായ ദൈവത്തിൻ്റെ കുടുംബത്തിനകത്ത് ആയിട്ടും അനേകർ കാരാഗ്രഹത്തിൽ കഴിയുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങനെ ആയിരിക്കുന്ന ചിലതിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് വെളിയിൽ കൊണ്ടുവരുവാൻ വിശ്വസ്തന. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ആമേൻ. ദൂതൻ ഇറങ്ങി അവരുടെ ചങ്ങലകൾ ആമേൻ നിലത്ത് വീണു. ദൂതൻ പറയുന്ന ഒരു വാക്കുണ്ട് പത്രോസിനോട്, അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. ഒരുവൻ വിടുതൽ പ്രാപിച്ചു വന്നു കഴിഞ്ഞാൽ, ഒരുവൻ ആമേൻ വിശ്വാസം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ അരകെട്ടി മുറുക്കണം. സ്തോത്രം. അരകെട്ടി മുറുക്കണം. ഇന്ന് പത്രോസിനെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവരുമ്പോൾ, പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുമ്പോൾ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി തടവറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ഇരുട്ടിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയെ ആമേൻ ദൂതൻ അവരോട് പറയുക, അരകെട്ടി ചെരുപ്പിട്ട് ആമേൻ സ്തോത്രം മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. എഫെസ്യ ലേഖനം 6 അതിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 6. ആകയാൽ സത്യം കൊണ്ട് അരകെട്ടി മുറുക്കുക. ആകയാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുക. ആകയാൽ സത്യം കൊണ്ട് അരമുറുക്കുക. ഹല്ലേലൂയ. വചനം പറയുന്നു, യേശു ക്രിസ്തു സകല സത്യത്തിലും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പൂർണ്ണ സത്യത്തിലാണ്. ദ ഫുൾനെസ് ഓഫ് ട്രൂത്തിലാണ് യേശു വന്നത്.
ഒരുവനെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ സത്യത്തിൻ്റെ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം, നീതീകരണത്തിൻ്റെ കവചം, നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുമാറാക്കും. ഹല്ലേലൂയ. ഉറപ്പിക്കുന്ന സത്യമുണ്ട്, ഉറപ്പിക്കുന്ന നീതിയുണ്ട്. നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിർത്തിക്കും. ഹല്ലേലൂയ. പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്ന ദൈവം ദൂതക അവൻ്റെ മേൽ സത്യം അരയ്ക്ക് കെട്ടി മുറുക്കുക. ജീവിതത്തിൽ സത്യം അരയ്ക്ക് കെട്ടി മുറുക്കുമ്പോൾ സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ, ട്രൂത്ത്, എവിടെ പോയാലും സത്യസന്ധത, സത്യം നമ്മുടെ കൂടെ കാണും. തിരുവചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യുന്നു എന്ന് തിരുവചനം പറയുന്നു. അതിൻ്റെ 15, സമാധാനത്തിൻ്റെ സുവിശേഷനായുള്ള ഒരുക്കം എന്ന ചെരുപ്പ് ധരിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. അനേകർക്ക് സുവിശേഷം പകരുവാൻ, അനേകർക്ക് സമാധാനം പകരുവാൻ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം എന്ന ചെരുപ്പ് ധരിച്ചു കൊള്ളുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൻ്റെ ചെരുപ്പ്, സമാധാനം തരുന്ന സുവിശേഷത്തിൻ്റെ ചെരുപ്പ് ധരിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അവസാനമായി ഒരു വാക്കൂടെ അതിനകത്ത് പറയുന്നുണ്ട്, പുതപ്പ്. നീ പുതച്ചിരിക്കുന്ന പുതപ്പ്, അവൻ അങ്ങനെ ചെയ്തു. അവൻ്റെ വസ്ത്രം പുതച്ച്, നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക. ദൈവം ഒരു പുതപ്പ് നമ്മളെ പുതപ്പിക്കും. ഹല്ലേലൂയ. ദൈവം നമുക്കൊരു വസ്ത്രം തരും പുതയ്ക്കുവാൻ. അതാണ് മഹത്വത്തിൻ്റെ വസ്ത്രം. എന്നിട്ട് പറയാം, എൻ്റെ പിന്നാലെ വരിക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആ മഹത്വത്തിനകത്ത് നിൽക്കും. ഹല്ലേലൂയ. ആ മഹത്വം കൊണ്ട് നിറയും. ദൈവമഹത്വം, ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നമ്മൾ നടക്കും. പത്രോസ്, സ്തോത്രം, അത് കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്തനായി മാറാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചു. നമ്മൾ ആയിരിക്കേണ്ടിയ പോലെ ആയിരിക്കണം. സ്തോത്രം. സത്യം അരയ്ക്ക് കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. സ്തോത്രം. സത്യം നമ്മുടെ അരയ്ക്ക് കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. റെഡിയായിരിക്കണം. അടുത്തത് സ്തോത്രം. ദൈവം ഉടുപ്പിച്ചിരിക്കുന്ന വസ്ത്രം പുതച്ച് മുന്നോട്ട് നീങ്ങാം. മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ചു മുന്നോട്ട് നീങ്ങാം. ദൈവിക വെളിച്ചത്തിനകത്ത് നീങ്ങാം. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട് ഓരോരുത്തരെയും അവിടുന്ന് ദൈവം സ്പർശിക്കുന്നതിനായി സ്തോത്രം. പിതാപുത്ര പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. Have a nice day.